ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ലോട്ടറിയുടെ 30/6/2025 ഗസ്സിംഗ് നമ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭാഗ്യധാര BT9 ഗസ്സിംഗ് നമ്പർ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് എല്ലാം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ 98% വിന്നിങ് ചാൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് വിന്നിങ് ചാൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾ ബോർഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 29/6/2025 റിസൾട്ട് നോക്കാം. MH 145666 666 ആണ് വിന്നിങ് റിസൾട്ട് അടിച്ചിരുന്നത്. നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല 666 വരുമെന്ന്, പക്ഷേ 666 ആണ് അടിച്ചത്. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ വിന്നിങ് റിസൾട്ടിൻ്റെ ആദ്യത്തെ 2 നമ്പർ പ്ലസ് ചെയ്തിട്ടാണ് നമ്മൾ എ ബോർഡ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. 1 + 4 5, 5 + 6 11, 6 + 6 12. ഇങ്ങനെയാണ് നമ്മൾ എ ബോർഡ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. എ ബോർഡ് നോക്കിക്കഴിയുമ്പോൾ ഒരു വ്യത്യസ്തമായ നമ്പറുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 5 1 6 ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മൾ ഈ 2 നമ്പറൊക്കെ ഉള്ളത് ഒന്നായിട്ട് നമ്മൾ എടുക്കത്തുള്ളൂ. ലാസ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. ബി ബോർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ വിന്നിങ് റിസൾട്ടിൻ്റെ 2 നമ്പർ കഴിഞ്ഞ് 3ാമത്തെ നമ്പർ പ്ലസ് ചെയ്തിട്ടാണ് നമ്മൾ ബി ബോർഡ് എടുത്തിരിക്കുന്നത്. 1 + 6 7, 4 + 6 10, 5 + 6 11. ഇങ്ങനെയാണ് നമുക്ക് ബി ബോർഡ് കിട്ടിയിരിക്കുന്നത്. ബി ബോർഡ് ഒരു 2 ഡബിളക്ക നമ്പർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സി ബോർഡ് നോക്കുകയാണെങ്കിൽ വിന്നിങ് റിസൾട്ടിൻ്റെ അവസാന 3 നമ്പറും ഭാഗ്യധാരയുടെ ലാസ്റ്റ് 3 ഡിജിറ്റും കൂടെ പ്ലസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ സാധാരണ സി ബോർഡ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സി ബോർഡിൽ ഭാഗ്യധാരയുടെ ഒരു നമ്പരേ ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഡേറ്റ് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് 309. അതോടെ വെച്ചിട്ടാണ് നമ്മൾ പ്ലസ് ചെയ്തെടുത്തിരിക്കുന്നത്. 6 + 3 9, 6 + 0 6, 9 + 6 15. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്നും നമ്മൾ എ ബോർഡ് ബി ബോർഡ് സി ബോർഡ് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ എ ബോർഡിൽ വന്നിരിക്കുന്ന 5 7 9, ബി ബോർഡിൽ 1 0 6, സി ബോർഡിൽ 2 1 5. ഇങ്ങനെയാണ് നമുക്ക് എ ബോർഡ് ബി ബോർഡ് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്നും നമ്മൾ എ ബി ബി സി എ സി നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ എ ബിയിൽ 5 നമ്പർ എടുത്തിരിക്കുന്നത്. എ ബിയിൽ നോക്കുകയാണെങ്കിൽ 51 70 96 90 56. ഇങ്ങനെ 5 നമ്പറാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബി സിയിലും അതുപോലെ തന്നെ 5 നമ്പറുണ്ട്. 12 01 65 61 11. ബി സിയിലും 5 നമ്പർ എടുത്തിട്ടുണ്ട്. എ സിയിലോട്ട് വരുവാണെങ്കിൽ എ സിയിൽ 5 നമ്പറുണ്ട്. 52 71 95 91 55. ഒരു ഡബിൾ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഒരു 8 നമ്പർ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി 512, 701, 965, 901, 565, 301, 511, 702. നമുക്ക് കോമൺ ആയിട്ട് ഇതിനകത്ത് 0 കിട്ടുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രയോറിറ്റി നമുക്ക് ഓൾ ബോർഡിൽ ചാൻസ് ഉള്ള നമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ 0 ആണ് കൊടുക്കുന്നത്. 0യും സെക്കൻഡ് ചാൻസ് ഇതിനകത്തുള്ള തന്നെയാണ് നമ്പർ വരാൻ സാധ്യത ഉള്ളത്. 0യും 1 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 1 വരാൻ സാധ്യതയുള്ളത്. പക്ഷേ 7 സാധ്യതയുണ്ട്. 7 1 ഇതിലേതെങ്കിലും ഒരു നമ്പറായിരിക്കും വരാൻ സാധ്യതയുള്ളത്. ഫസ്റ്റ് പ്രയോറിറ്റി 0, സെക്കൻഡ് ചാൻസ് 1. 0 1 നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓൾ ബോർഡിൽ. അപ്പോൾ ഒരു 90-98% വിന്നിങ് ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിന്നിങ് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.